നവകേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള വിപുലമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന് അർഹമായ സാമ്പത്തിക വിഹിതം പോലും നൽകാതെ സംസ്ഥാനം നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയാണല്ലോ ഗവർണർ. ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സാധാരണഗതിയിൽ ചെയ്യുന്നത് എൻ്റെ ഗവൺമെൻറ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. സാധാരണ എൻ്റെ നടപടിക്രമം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സ്പീക്കറും മുഖ്യമന്ത്രിയും പാർലമെൻ്ററി പാർട്ടിയുടെ മന്ത്രിയും കൂടെ ചെന്ന് സ്വീകരിച്ച് കൊണ്ടുവരും. ജനഗണമന പാടും. അദ്ദേഹം 1 മണിക്കൂറോ 2 മണിക്കൂറോ നേരം നിന്ന് നയപ്രഖ്യാപന പ്രസംഗം നടത്തും. ഇന്ന് അദ്ദേഹം ചെയ്തത് വേദിയിൽ വന്ന് 1 മിനിറ്റ് കൊണ്ട് ആദ്യത്തെ ഒരു സെൻറ്റൻസ് വായിച്ചു. അവസാനത്തെ സെൻറ്റൻസ് ഞാൻ വായിക്കുകയാണെന്ന് പറഞ്ഞ് വായിച്ചു. ജനഗണമന പാടി ഇതാ ഇറങ്ങിപ്പോകും. അദ്ദേഹം ആരോടാണ് ഈ ശത്രുത കാണിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല. ഭരണഘടനാപരമായി തെറ്റൊന്നുമില്ല. കാര്യം വെച്ചാൽ ഒരു സെൻറ്റൻസ് വായിച്ചിട്ട് ദിവസം ഞാൻ വായിച്ചു എന്ന് പറഞ്ഞാൽ മതി. കാരണം നല്ല അവശത അനുഭവിക്കുന്ന ഗവർണർമാരുണ്ടാവും ആരോഗ്യ കാരണങ്ങളാൽ. അവർക്ക് ഒരു സെൻറ്റൻസൊക്കെ വായിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇദ്ദേഹത്തിന് ആരോഗ്യ കാരണങ്ങളുണ്ടോ ഇല്ലോ എന്നുള്ളവർ അറിയില്ല. ഇതിപ്പോൾ പരിശോധിച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നൈപുണ്യ പരിപാടികൾ ഈ ജില്ലാ കേന്ദ്രത്തിലൂടെ ലഭ്യമാകും. പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം നിയമത്തിൻ്റെ വികസനത്തിൻ്റെ മറ്റൊരു നാഴികക്കല്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ സ്ഥാപനത്തെ ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവരുടെയും അനുഭവത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഇത്രയും നല്ല